ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ് ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്ക്, ഗ്രാമറിന് പേടിയുള്ളവർക്ക്, അതായത് ബേസിക് മുതൽ തുടങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്കാണ് ഇന്നത്തെ ക്ലാസ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഗ്രാമറിന് കേൾക്കുമ്പോഴേ ചിലർക്ക് ഒരു ടെൻഷനാണ് അല്ലെങ്കിൽ ഇറിറ്റേഷനാണ്. അയ്യോ, ഗ്രാമറൊക്കെ എങ്ങനെ പഠിച്ചുണ്ടാക്കാം. പക്ഷേ ഇത് വളരെ സിമ്പിളാണ്. നമ്മളതിനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചു പോവാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ നമ്മളൊരു സെൻറ്റൻസ് സംസാരിക്കാനും എഴുതാനും പഠിക്കുക എന്നാണ്. എന്താണ് ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ? എ സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ് കണ്ടെയ്നിങ് എ കംപ്ലീറ്റ് സെൻസ്. അതായത് പൂർണ്ണമായ ആശയം ഉൾക്കൊള്ളുന്ന ഒരു കൂട്ടം വാക്കുകളെയാണ് ഈ സെൻറ്റൻസ് എന്ന് പറയുക. ഓക്കെ, അതാണ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇംഗ്ലീഷിൽ ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. ഐ ലവ് മീന. ഐ ലവ് മീന. ഞാൻ മീനയെ സ്നേഹിക്കുന്നു, അല്ലേ? ഇവിടെ ആർക്കാണ് പ്രാധാന്യം? എനിക്കാണ്, ഞാൻ. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് കർത്താവ് ആരാ? ഞാൻ, ഐ. അപ്പോൾ ഐ സബ്ജക്റ്റ്. ഞാൻ എന്താ ചെയ്യുന്നത്? ലവ്, സ്നേഹിക്കുന്നു. അപ്പം ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? ക്രിയ എന്താണ്? ലവ്. അപ്പോൾ ഇവിടെ വേർബ് ലവ്. ഇനി ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ആ ഫലം അനുഭവിക്കുന്നത് ആരാണ്? മീന. അപ്പോൾ മീന ഇവിടെ എന്താ? ഓബ്ജക്റ്റ്, കർമ്മം. അപ്പോൾ ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഒരുപാട് സെൻറ്റൻസൊക്കെ നമുക്ക് സ്വയം എഴുതി പഠിക്കാൻ പറ്റും, സംസാരിക്കാനും പറ്റും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു സെൻറ്റൻസിൽ ആരൊക്കെ ഉണ്ടാവും? സബ്ജക്റ്റ് ഉണ്ടാവും, വേർബ് ഉണ്ടാവും, ഓബ്ജക്റ്റ് ഉണ്ടാവും, അല്ലേ? ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഹീ റീഡ്സ് എ ബുക്ക്. അവനൊരു ബുക്ക് വായിക്കുന്നു. അപ്പോൾ അവൻ എന്നുള്ളതിന് എന്താ പറയുക ഇംഗ്ലീഷിൽ? ഹീ. വായിക്കുക എന്നാണെങ്കിലോ? റീഡ്. ഹീ റീഡ്സ് എ ബുക്ക്. അപ്പോൾ ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഇവിടെ ആരെ പറ്റിയാണ് പറയുന്നത്? അവൻ, ഹീ, അല്ലേ? അവൻ എന്താ ചെയ്യുന്നത്? വായിക്കുന്നു. അപ്പോൾ ഹീ ആണ് ഇവിടെ സബ്ജക്റ്റ്. റീഡ് എന്നുള്ള വേർബാണ് ഇവിടെ ചെയ്യുന്നത്. എന്താണ് അവൻ വായിക്കുന്നത്? എന്താ വായിക്കുന്നത്? ഒരു ബുക്ക്. അപ്പോൾ എ ബുക്ക് ആണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ഹീ റീഡ്സ് എ ബുക്ക്. അപ്പോൾ നമ്മൾ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ പഠിച്ചു. അതിൽ സബ്ജക്റ്റ് എഴുതി ആദ്യം, ദെൻ വേർബ് എഴുതുന്നു, ലാസ്റ്റ് ഒബ്ജക്റ്റ് എഴുതുന്നു. SVO, സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ്. ഇങ്ങനെയാണ് ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസിൽ ഉണ്ടാക്കുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. അവൾ ഒരു ആപ്പിൾ കഴിക്കുന്നു. അവൾ, ഷീ. ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതി, ദെൻ പിന്നെന്താ വരേണ്ടത്? വേർബല്ലേ? അവളെന്താ ചെയ്യുന്നത്? കഴിക്കുന്നു. ഈറ്റ്സ്, ഷീ ഈറ്റ്സ്. എന്താ കഴിക്കുന്നത്? ആപ്പിൾ. അപ്പോൾ അവിടെ ഒബ്ജക്റ്റും വന്നു. ഷീ ഈറ്റ്സ് ആൻ ആപ്പിൾ. അവൾ ആപ്പിൾ കഴിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു സെൻറ്റൻസ് ഇംഗ്ലീഷിൽ എഴുതുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 3 എക്സാമ്പിൾ തരും. അതിൽ സബ്ജക്റ്റ് ആരാണ്, വേർബ് ആരാണ്, ഒബ്ജക്റ്റ് ആരാണ്, നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഹീ പ്ലേസ് ഫുട്ബോൾ. ഇതിൽ സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് എഴുതുക. ദെൻ ദ ടീച്ചർ എക്സ്പ്ലെയിൻ ദ ലെസൺ. ടീച്ചർ ലെസൺ എക്സ്പ്ലെയിൻ ചെയ്തു. ഇവിടെ സബ്ജക്റ്റ് ആരാണ്, വേർബ് ആരാണ്, ഒബ്ജക്റ്റ് ആരാണ്? യു ക്യാൻ ഫൈൻഡ്. നെക്സ്റ്റ്, ഞങ്ങൾ റെയിൻബോ കണ്ടു. We saw a rainbow. We saw a rainbow. അപ്പോൾ ഇതിൽ സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്. Just find out. Thanks for watching and please subscribe my channel.